ഗൈസ് ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നല്ല, കുറേ നാളായി നമ്മുടെ അബിയു പൂക്കും കൊഴിയും പൂക്കും കൊഴിയും പൂക്കും കൊഴിയും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അബിയു പൂക്കും കൊഴിയും ദേ ഇത് കണ്ട വീണ്ടും പൂത്തു വീണ്ടും കൊഴിയും. അവസാനം ഞാൻ തെങ്ങ് നോക്കാൻ വേണ്ടി വന്നതാണ്. തെങ്ങിൽ വല്ല പൂക്കൊല വിടാൻ ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചുമ്മാ വന്നതാണേ. അപ്പം ഞാൻ അറിയാതെ എൻ്റെ കണ്ണൊന്ന് അബിയിലേക്ക് അങ്ങ് പോയപ്പം ദേണ്ടടേ ഒരു അബിയു നിൽക്കുന്നു. സന്തോഷം കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഇത് വേഗം ഒന്ന് ചേട്ടനെ അറിയിക്കണം. അതിന് മുൻപായിട്ട് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി എന്നെ ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും വിചാരിച്ചതിൽ ഒരു കുഞ്ഞ് കായെങ്കിലും വന്നിട്ട് എനിക്ക് എന്താ പറയുക, കുഞ്ഞ് കായെങ്കിലും കണ്ടാൽ മതിയേ എന്നുള്ള രീതിക്കായിരുന്നു. ഓ ഇല്ലു പോ ഞാനിവിടെ തീയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ദേ 2 നാരങ്ങയുടെ വലിപ്പമുണ്ട്. ഇത് കിട്ടുമോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ തൊട്ടോ നോക്കിയിട്ടില്ല, എനിക്ക് പേടിയാണ് എങ്ങാനും കൊഴിഞ്ഞാലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഞാൻ ചേട്ടനൊന്ന് അറിയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എന്തായാലും സന്തോഷ വാർത്തയില്ലേ, നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പ്ലാന്റിലും അബിയു വന്ന് ഗായ്സ്, അല്ല നമ്മുടെ പറമ്പിലും അബിയു വന്ന് ഗായ്സ്. ഇനി അടുത്തത് എൻ്റെ ലക്ഷ്യം മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ എന്നെ ചതിക്കൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എല്ലാ മാവും ഉണങ്ങി കരിഞ്ഞിരിക്കണം. എല്ലാ സീസണിലും ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ടൈമിലായിരിക്കും നമ്മുടെ അബിയു. ഓ ഇല്ലല്ലോ പോ നമ്മുടെ അബിയു ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്, ഇങ്ങനെ കിളർത്ത് നിൽക്കുന്നത്. ഓ എന്താണ് വീട്ടിൽ പോണാ തീയിട്ടോ? ഒയ്യോ നമുക്കന്ന് വീട്ടിൽ പോവാ. കൊച്ചിന് പറമ്പിൽ തീയിട്ടപ്പോൾ സങ്കടമായി ഗൈസ്, പേടിയായിരുന്നു തോന്നണേ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലും കാണാം. വീണ്ടും ബൈ.